അധികം വലിപ്പമില്ലാത്ത ചെടി നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്ന കാഴ്ച ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പ്ലാന്റാണ് അഡീനിയം. അധികം ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും ചൂടുകാലത്ത് ചെടിയിൽ പൂക്കൾ വിരിയും. എങ്കിലും ചെടി നിറഞ്ഞ് ഒരുപാട് പൂക്കൾ ഉണ്ടാകാനായി പ്രൂണിംഗ് അഥവാ കൊമ്പുകോതൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അഡീനിയം പ്രൂണിംഗ് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അഡീനിയം ചെടികളുടെ തണ്ടുകൾക്ക് നീണ്ടു വളർന്നു പോകുന്ന സ്വഭാവമാണുള്ളത്. നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചെടി ഏതാനും തണ്ടുകൾ മാത്രമായി നീണ്ടു വളർന്ന് അറ്റത്ത് മാത്രം പൂക്കൾ ഉണ്ടാകും. ധാരാളം ശിഖരങ്ങൾ പൊട്ടി അവയിലെല്ലാം പൂക്കൾ ഉണ്ടാകാനാണ് ചെടി പ്രൂൺ ചെയ്യുന്നത്. ശിഖരങ്ങളുടെ എണ്ണം കൂടുന്തോറും പൂക്കളുടെ എണ്ണവും കൂടും. മഴയൊക്കെ മാറി നല്ല വെയിലായി തുടങ്ങുന്ന സമയത്ത് വേണം പ്രൂണിംഗ് ചെയ്യാൻ. മഴക്കാലത്ത് ചെടികൾ ഒരിക്കലും പ്രൂൺ ചെയ്യരുത്. മുറിവുകളിൽ ഈർപ്പം നിന്ന് ഫംഗസ് ബാധയുണ്ടായി ചെടി നശിച്ചു പോകാൻ ഇടവരും. വർഷത്തിൽ 2 പ്രാവശ്യം അഡീനിയം പ്രൂൺ ചെയ്യാം. പകൽ ചൂട് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കുന്ന സീസണിലാണ് ഈ ചെടി നന്നായി വളരുന്നതും പൂവിടുന്നതും. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ചെടി വയ്ക്കാൻ. തണ്ടുകളിലും കോഡെക്സിലും വെയിൽ നേരിട്ട് വീഴുമ്പോഴാണ് ചെടികൾ നന്നായി പൂക്കുന്നത്. പുതിയ തൈകൾ വളർന്ന് തണ്ടിന് 1 സെന്റിമീറ്റർ എങ്കിലും വണ്ണമാകുമ്പോൾ ആദ്യത്തെ പ്രൂണിംഗ് ചെയ്യാം. ചെടി പൂക്കണമെന്നില്ല, വളർച്ച ഉണ്ടായാൽ മതി. തണ്ടുകൾക്ക് കനമുണ്ടെങ്കിൽ പ്രൂൺ ചെയ്യാം. പഴയ ചെടികളിൽ ശിഖരങ്ങൾ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് 2 ഇഞ്ചോളം വിട്ട് ബാക്കി ഭാഗം മുറിച്ചു കളയാം. ഈ 2 ഇഞ്ച് ഭാഗത്ത് നിന്ന് 3-4 മുകുളങ്ങൾ ബ്രാഞ്ചസായി വളർന്നു വരും. കൂടുതൽ താഴ്ത്തി മുറിച്ചാൽ ബ്രാഞ്ചുകളുടെ എണ്ണം കുറവായിരിക്കും. ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് 2 ഇഞ്ച് മുകളിൽ വെച്ച് ആദ്യത്തെ പ്രൂണിംഗ് ചെയ്യാം. ഗ്രാഫ്റ്റ് പോയിന്റിന്റെ താഴെ നിന്നും കിളിർത്ത് വരുന്ന എല്ലാ മുകുളങ്ങളും നീക്കം ചെയ്യണം. തണ്ടുകൾ കട്ട് ചെയ്ത് നീക്കിയ ശേഷം മുറിവിൽ ഊറി വരുന്ന കറ തുടച്ചു നീക്കാം. എന്നിട്ട് മുറിവിൽ കൂടി ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനായി ഏതെങ്കിലും കുമിൾനാശിനി തേച്ചു കൊടുക്കാം. രാവിലെ വെയിലുള്ള സമയത്ത് വേണം പ്രൂണിംഗ് നടത്താൻ. കട്ട് ചെയ്ത ഭാഗത്തെ ഈർപ്പം പകൽ ചൂടിൽ പെട്ടെന്ന് ഉണങ്ങാൻ ഇത് സഹായിക്കും. ഈർപ്പം കൂടുതൽ നേരം നിൽക്കുന്നത് ഫംഗസ് ബാധയുണ്ടായി ചെടി ചീഞ്ഞു പോകാൻ ഇടയാക്കും. അതുപോലെ തന്നെ ഒരു കാരണവശാലും ചെടിയുടെ ചുവട്ടിലെ കോഡെക്സിന് ക്ഷതം സംഭവിക്കരുത്. പ്രൂൺ ചെയ്ത ശേഷം പുതിയ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ ലഭിക്കുന്നതിനായി കുറച്ച് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ചട്ടിയിൽ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ 4-5 ദിവസം എന്നും ചട്ടിയിലെ മണ്ണ് നനച്ചു കൊടുക്കണം. പിന്നീട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചാൽ മതി. നനയ്ക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ മുറിവുകളിൽ വെള്ളം വീഴാതെ ചുവട്ടിൽ മാത്രം വീഴത്തക്ക വിധം വേണം നനയ്ക്കാൻ. പ്രൂണിംഗ് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും പുതിയ മുകുളങ്ങൾ തളിർത്തു വരും. വീണ്ടും 2 ആഴ്ച കൂടി കഴിഞ്ഞ് ചെറിയ ഇലകളായി തുടങ്ങുമ്പോൾ പൂക്കൾ ഉണ്ടാകാനായി പൊട്ടാഷ് എന്ന രാസവളം ചെറിയ ചട്ടിയിൽ 1 ടീസ്പൂണും വലിയ ചട്ടിയിൽ 2 ടീസ്പൂണും അളവിൽ ചേർത്ത് കൊടുക്കാം. വളം ഒരു കാരണവശാലും കോഡെക്സിൽ തൊടാൻ പാടില്ല. വളത്തിൻ്റെ അളവ് കൂടാനും പാടില്ല. ചെടിയുടെ തണ്ടിലൊന്നും തൊടാതെ ചട്ടിയുടെ അരികിലേക്ക് മാറ്റി വേണം വളം ഇട്ടുകൊടുക്കാൻ. എന്നിട്ട് ചെറുതായി മണ്ണുമായി ഒന്ന് മിക്സ് ചെയ്യുക. വളം ഇട്ട ശേഷം 4-5 ദിവസം ചുവട് നന്നായി നനച്ചു കൊടുക്കണം. പിന്നീട് ഒന്നിടവിട്ട ദിവസം നനച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വേനൽക്കാലത്ത് അഡീനിയം പൂക്കൾ കൊണ്ട് നിറയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.